നിന്റെ വിശുദ്ധ രക്ഷാൽ നിന്റെ അവകാശം നിന്റെ ഓഹരിയാകുന്ന തിരുസഭയോട് മുറിവിനോർത്തുകൊണ്ട് സഭയോട് കണ്ണത്തോതണമേ കർത്താവേ, കണ്ണത്തോതണമേ കർത്താവേ, കണ്ണത്തോതണമേ. അങ്ങയുടെ തിരുവിലാവില മുറിവിനോർത്തുകൊണ്ട് അങ്ങയുടെ അവകാശവും അങ്ങയുടെ ഓഹരിയുമാകുന്ന നിന്റെ വിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയോട് കരുണ തോന്നണമേ, കരുണ തോന്നണമേ, കരുണ തോന്നണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഇടിനാദം പോലെ ശ്രദ്ധിക്കട്ടെ. മാരക രോഗങ്ങള് യേശുവിന്റെ നാമത്തില്, മാരക രോഗങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് വ്യാധികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില്, മാരക രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള് മാറിപ്പോകട്ടെ. ഭാഷാപരത്തോടെ ഭാഷാപരം ലഭിക്കുന്നവര് ഭാഷാപരത്തോട് ശ്രദ്ധിക്കട്ടെ. വിശുദ്ധ രക്തത്താൽ ഉള്ളക്കാലം മുതല് ശിവനെ അങ്ങ് തളിക്കണമേ. മാരക രോഗികള്, വാതരോഗികള്, കിഡ്നി രോഗികള്, കരള് രോഗികള്, സ്പോണ്ടിലോസിസ് രോഗികള്, ഫിസ്റ്റുല രോഗികള്, പിസ്റ്റോൾ രോഗികള്, അൾസർ രോഗികള്, നടുവെല്ല് വേദനയുള്ളവര്, കശേരുകൾ വിട്ടിരിക്കുന്നവര് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് കിടപ്പ് രോഗികൾ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കുക. ശക്തി ഇറങ്ങട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ.
വഴിയില്ലാത്തവരെ കർത്താവേ, വഴിയില്ലാത്തവരെ, കുടുംബത്തിൽ സമാധാനമില്ലാത്തവരെ കർത്താവ്, വിവാഹബന്ധം കർത്താവെ വേർപിരിയാൻ പോകുന്നവരെ, വിവാഹം ഒത്തുവരാത്തവര്, മക്കളില്ലാത്തവര്, വരുമാനമില്ലാത്തവര്, യേശുവിന്റെ നാമത്തില് എല്ലാം ഈശോ നിന്റെ അമ്മയുടെ മധ്യസ്ഥതയില് കർത്താവ് ഉടമ്പടി എടുത്ത അനേകായിരങ്ങളുടെ മധ്യസ്ഥ ശക്തിയാൽ എല്ലാ ഇല്ലായ്മകളും യേശുവിന്റെ നാമത്തില് പരിഹരിക്കപ്പെടട്ടെ. കണ്ണുകളെ സ്പർശിക്കണമേ, കൈവക്കാൻ പാടില്ലാത്തവരെ സ്പർശിക്കണേ, ഇവിടെ കുഴിയുന്നവരെ സ്പർശിക്കണമേ, വിസർപ്പ രോഗികളെ സ്പർശിക്കണമേ, ക്യാൻസർ രോഗികളെ സ്പർശിക്കണമേ, കരരോഗികളെ സ്പർശിക്കണമേ, വയറ് വീർത്തു വരുന്നവരെ സ്പർശിക്കണമേ, കരട് രോഗികളെ സ്പർശിക്കണമേ, അർശസ് രോഗികളെ സ്പർശിക്കണമേ, നടക്കാൻ പാടില്ലാത്തവരെ, കിടന്നാൽ ചെരിഞ്ഞു പോലും കിടക്കാൻ പറ്റാത്തവര്, ബെഡ്സോർ വന്നവരെ ഈശോ രക്തത്താൽ കഴുകണമേ. യേശുവിന്റെ നാമത്തില് അവർ എഴുന്നേറ്റ് നടക്കട്ടെ. ശ്രുതിക്കട്ടെ ഹരേ രോഗികളെ സ്പർശിക്കണമേ, അസ്ഥി ഉരുക്കമുള്ളവരെ സ്പർശിക്കണമേ, അസ്ഥി രോഗികളെ സ്പർശിക്കണമേ. അസ്ഥി രോഗികളെ സ്പർശിക്കണമേ, കർത്താവേ അസ്ഥി ഉരുക്കമുള്ളവരെ സ്പർശിക്കണമേ, സ്രാവരോഗികളെ സ്പർശിക്കണമേ കർത്താവേ. അറിയാതെ മലമൂത്രങ്ങൾ വിസർജിക്കപ്പെടുന്നവരെ, അതിന്റെ കൺട്രോൾ പോയവരെ അടിപ്പുറ പോലെ സ്പർശിക്കണമേ. ഈശോ അങ്ങ് മരുന്ന് കർത്താവെ, മരുന്നോ ലേബലുമല്ല, അങ്ങയുടെ വചനമാണല്ലോ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിന്റെ കർത്താൽ ശക്തിയാൽ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധന ഒരുമിച്ച് പാടുക, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അതുപോലെ ഓഗസ്റ്റ് 11 എക്സാം നടന്നു. അതായത് പ്രാക്ടിക്കൽ എക്സാമും ഉണ്ട്, സ്പീക്കിങ്ങിൻ്റെ എക്സാമും ഉണ്ട്. അമ്മ അവിടെ എന്നെ നാണം കെടാനായിട്ട് അനുവദിച്ചില്ല. അമ്മ എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിച്ചു. ആദ്യ ചാൻസിൽ തന്നെ എനിക്ക് നല്ല രീതിയിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ടും പാസ്സാകാനുള്ള കൃപ നൽകി അമ്മ അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ 14 വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ കുടുംബത്തിലെ മൂത്തയാളാണ്. അപ്പോൾ അന്ന് മുതൽ
ഞങ്ങൾക്കൊരു ഭവനം വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അപ്പം 2020 ജനുവരി മാസത്തിൽ ഞാൻ 3ാമത് ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഞാൻ ഒരു നിയോഗമായിട്ട് വെച്ചു, എനിക്ക് വീട് പണിയാനായിട്ട് സ്ഥലം വേണം. അപ്പോൾ അച്ഛൻ എപ്പോഴും അച്ഛൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ മാതാവിനോട് ചോദിക്കുമ്പം കൂടുതൽ ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് എല്ലാവരും പറയും, ഒരു 10 സെൻറ്റ് സ്ഥലമെല്ലാം മേടിച്ചിട്ട് വീട് പണിയാനുള്ളത് നോക്കിയാൽ പോരേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ വേണ്ട, എനിക്ക് വീട് പണിയാണെങ്കിൽ എനിക്ക് കുറച്ച് കൂടുതൽ സ്ഥലം വേണം, എനിക്ക് കുറേ എല്ലാം നടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ കൂടുതൽ സ്ഥലം വേണം. അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മ അവിടെ എന്നെ കൈവിട്ടില്ല. ഞാൻ OLX-ൽ കണ്ട് ഒരു ബ്രോക്കറുടെ സഹായം പോലും ഇല്ലാതെ ഒരു 35.25 സെൻറ്റ് സ്ഥലം വാങ്ങാനായിട്ടും, അതുപോലെ 2021 സെപ്റ്റംബർ 13-ാം തീയതിയാണ് നമ്മൾ വീടിന് തറക്കല്ലിടുന്നത്. അന്ന് കല്ലിടുന്ന സമയത്ത് ഞാൻ ആ കല്ല് മുഴുവൻ വചനം എഴുതി, അനുഗ്രഹത്തിൻ്റേതായ വചനം എഴുതി. അതിന് മുന്നായിട്ട് ഈ ഫ്ലോട്ട് ലെവൽ ചെയ്ത സമയത്ത് ഞാൻ ഒരു പേപ്പറിൽ ഹബക്കൂക്ക് 1:5 പറയുന്നു, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവാൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. അപ്പം എൻ്റെ വീട്ടിൽ കുരിശുവരിക്ക് ശേഷം ഞങ്ങൾ ഒരുപാട് അനുഗ്രഹത്തിൻ്റേതായ വചനം 3 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കും. അപ്പം ഞാൻ ഈ വചനം ഒരു പേപ്പറിൽ എഴുതി ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഞാൻ ആ ലെവൽ ചെയ്ത് ഫ്ലോട്ടിൽ ഞാൻ കൊണ്ടുപോയി കുഴിച്ചിട്ടു. എന്നിട്ട് ഞാൻ നമ്മുടെ വീട് പണിയുന്നത് കിഴക്ക് സൈഡിലേക്കാണ് ദർശനം വരുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിച്ചു, അമ്മേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഞങ്ങളൊന്നും കരുതി വെച്ചിട്ടില്ല, നീ അത്ഭുതം പ്രവർത്തിക്കണം, നിൻ്റെ ശക്തി ഇവിടെ വെളിപ്പെടുത്തണം എന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ, അവിടെ ആദ്യം കിണർ കുത്തി 5 മിനിറ്റിനുള്ളിൽ ഹിറ്റാച്ചി വന്നാണ് കുത്തുന്നത്. 5 മിനിറ്റിനുള്ളിൽ ആ പറമ്പിൽ വെള്ളം കിട്ടി. അപ്പം ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും, സങ്കീർത്തനം 78:15, അവിടുന്ന് മരുഭൂമിയിൽ പാറ പിളർന്നു, അവർക്ക് കുടിക്കാൻ ആഴത്തിൽ നിന്ന് സമൃദ്ധമായ ജലം നൽകി, പാറയിൽ നിന്ന് അവിടുന്ന് നീർച്ചാലൊഴുക്കി, ജലം നദി പോലെ ഒഴുകി. ഈ ഹിറ്റാച്ചി വന്ന് കിണർ കുത്തുന്ന സമയത്ത് ഞാൻ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ഈ വചനം നിർത്താതെ ഞാൻ ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ. ഇത് കണ്ടവർ പലരും പറഞ്ഞു, അത് മഴവെള്ളം ഉറവയായിട്ട്, മഴവെള്ളം ഒരു സൈഡിലേക്ക് ഒഴുകി വന്നതാണ്, ഉറവയല്ല എന്ന് പറഞ്ഞു. അമ്മയുടെ അത്ഭുതം എന്ന് പറയട്ടെ, ആ കിണറിൽ നമ്മൾ ആദ്യം കണ്ട ലെവലിൽ തന്നെ ഇന്നും വെള്ളം താഴാതെ തന്നെ നിൽക്കുന്നു. അവിടെ വെള്ളമില്ലാത്തൊരു ഏരിയയാണ്. 8.5 കോല് പാറയാണ് നമ്മൾ കുഴിച്ചിരിക്കുന്നത്, വെള്ളം അതേപടി നിൽക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മറ്റൊരു അത്ഭുതം. അതുപോലെ ഞാനിവിടുന്ന് പോകുന്നതിന് മുന്നായിട്ട് ജനുവരി 5-ാം തീയതിയാണ് നമ്മുടെ വീടിൻ്റെ കട്ടളവെപ്പ് നടക്കുന്നത്. ജനുവരി 19-ാം തീയതി ഞാനിവിടുന്ന് പോയി. ഞങ്ങൾ വീട് പണിക്കായിട്ട് ഒന്നും കരുതി വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഒരു ദിവസം പോലും ആ ഭവനത്തിൻ്റെ പണിക്ക് പൈസയ്ക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായി. അത് നിൽക്കാനായിട്ട് അനുവദിച്ചില്ല. അപ്പം ഞാൻ അവിടെ ചെന്ന് 3 മാസമായപ്പോൾ തന്നെ ഞാൻ എൻ്റെ മേലുദ്യോഗസ്ഥയോട് പറഞ്ഞു, എനിക്ക് സെപ്റ്റംബറിൽ വെക്കേഷന് നാട്ടിൽ പോകണം എന്ന് പറഞ്ഞ് ഞാൻ സെപ്റ്റംബർ 5-ാം തീയതി തൊട്ട് ഞാൻ ലീവ് ചോദിച്ചു. അന്ന് തൊട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മയുടെ ജന്മദിനത്തിൻ്റെ അന്ന് വീടിൻ്റെ വെഞ്ചിരിപ്പ് വയ്ക്കാനായിട്ടുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കും. അതുപോലെ എപ്പോഴും ഞാൻ ജർമ്മനിയിലാണെങ്കിൽ ക്ലാസ്സിൽ പോകുന്ന സമയത്തും ജോലിക്ക് പോകുന്ന സമയത്തും എപ്പോഴും ജപമാല എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എപ്പോഴും കൊന്ത ചെല്ലും. ജോലിക്ക് പോകുന്ന സമയത്ത് അവിടെയും ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയും, ആതുര ശുശ്രൂഷ ചെയ്യുന്നത് വളരെ അനുഗ്രഹമാണെന്ന്. അപ്പം ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ ഇതുപോലെ പ്രാർത്ഥിക്കും. എല്ലാ തരത്തിലും അമ്മയുടെ ഒരു അനുഗ്രഹം എന്ന് പറയട്ടെ. ഇങ്ങോട്ട് നാട്ടിലേക്ക് പോരാനായിട്ട് എനിക്ക് വിസയ്ക്ക് വീണ്ടും പ്രശ്നമുണ്ടായി. എനിക്ക് ഡോക്യുമെൻറ്റ്സുകൾ വിസ പുതുക്കാനായിട്ട് കൊടുത്തിരിക്കുക. അതായത് നമുക്കിനി 4 വർഷത്തെ വിസയാണ് ഈ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടേണ്ടത്. അപ്പോൾ എനിക്ക് വരാനായിട്ട് പറ്റുന്നില്ല. ഞാൻ അവർക്ക്, എൻ്റെ ഉദ്യോഗസ്ഥർക്ക് മെയിൽ അയച്ചു, എനിക്ക് എമർജൻസി ആയിട്ട് നാട്ടിൽ പോകണം. എന്നിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ നിൻ്റെ ജന്മദിനത്തിൻ്റെ അന്നാണ് ഞാൻ നമ്മുടെ വീടിൻ്റെ വെഞ്ചിരിപ്പ് വയ്ക്കാനായിട്ടിരിക്കുന്നത്, നാടകം കടാനായിട്ട് അനുവദിക്കില്ല. ഞാൻ അതിന് മുന്നായിട്ട് 1 മാസം തന്നെ ഞാൻ അമ്മയിൽ വിശ്വസിച്ച് ഞാൻ എൻ്റെ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റും എടുത്തു വെച്ചു. എൻ്റെ ലഗേജ് ഞാൻ 2 ആഴ്ച മുന്നേ ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. എനിക്ക് 100 മടങ്ങ് വിശ്വാസമായിരുന്നു എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്, എന്നെ സഹായിക്കുമെന്ന്. ദൈവാനുഗ്രഹത്താൽ ഈ മാസം 6-ാം തീയതി നാട്ടിലെത്താനായിട്ടും 8-ാം തീയതി വളരെ അനുഗ്രഹപ്രദമായ രീതിയിൽ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ 2400 സ്ക്വയർ ഫീറ്റോളമുള്ള ഒറ്റ നിലയുള്ള അതിമനോഹരമായ ഒരു ഭവനം കയറി താമസിക്കാനും ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്ന് പരിശുദ്ധ അമ്മയ്ക്കും
ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഷൈബിൻ സിബി. ഞാൻ വരുന്നത് കട്ടപ്പന, ഇടുക്കി ജില്ലയിൽ നിന്നാണ്. ഞാൻ ഈ മാസം 9-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥന എടുത്തത്. അതിനു മുമ്പ് ഞാൻ +2 കഴിഞ്ഞെങ്കിലും ഞാൻ വിദേശത്തേക്ക് ഉപരിപഠനത്തിനായിട്ട് പോകാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചു. പക്ഷേ എനിക്കത് സാധിച്ചില്ല. കാരണം എൻ്റെ ഇയർ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കാരണം യൂണിവേഴ്സിറ്റികൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എന്നെ അനുഗ്രഹിക്കുവാണെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അമ്മ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു. അവിടുന്ന് അഡ്മിഷൻ കിട്ടി. അവിടുന്ന് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമായിരുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം റിസൾട്ട് വന്നില്ല. ഒറിജിനലായിട്ടുള്ള ഒരു മോക്ക് ഇൻ്റർവ്യൂ മാത്രമാണ് കഴിഞ്ഞത്. പക്ഷേ ഒറിജിനലായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിന് ഡേറ്റ് വന്നില്ല. അപ്പം ഞാൻ ഓർത്തു, ഞാനിവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനത് പാലിച്ചില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, മാതാവേ, അതുകൊണ്ടാണോ എൻ്റെ ഇത് ലേറ്റ് ആകുന്നേ എന്നൊക്കെ ഞാൻ വിചാരിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ മറ്റെല്ലാവരെയും കാലം എനിക്ക് ഒറിജിനൽ ഇൻ്റർവ്യൂവിന് ഡേറ്റ് തരാതെ എൻ്റെ ട്രയൽ ഇൻ്റർവ്യൂ തന്നെ എനിക്കത് പാസ്സാകാനായിട്ട് സാധിച്ചു. അതിനുശേഷം എൻ്റെ വിസ പ്രോസസ്സിങ് തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം സബ്മിറ്റ് ചെയ്തു. പക്ഷേ എൻ്റെ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ എന്തോ ഡേറ്റ് എന്തോ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വിസ പെൻഡിങ് ആണ്, നിങ്ങളുടെ വിസ ശരിക്കും വെരിഫൈ ചെയ്യാതെ അത് സാങ്ഷൻ ആകാനായിട്ട് സാധിക്കുകയില്ല എന്ന് വിസ വെരിഫിക്കേഷൻ സെൻറ്ററിൽ നിന്ന് മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈശോയെ, ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ ആഴ്ച തന്നെ 9-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാൻഡിൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് അയക്കുകയും ചെയ്തു. അതിനുശേഷം പിറ്റേ ദിവസം, അതായത് വ്യാഴാഴ്ച, ആ ആഴ്ച തന്നെ വ്യാഴാഴ്ച എനിക്ക് വിസ ഓഫീസിൽ നിന്ന് തന്നെ ഒരു മെസ്സേജ് വന്നു, നിങ്ങളുടെ വിസ പ്രോസസ്സിങ് ആണെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. പക്ഷേ അതിനുശേഷവും എനിക്ക് വേറെ ഒന്നും മെസ്സേജുകളും കാര്യങ്ങളും ഒന്നും വന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ, എനിക്ക് ഈ വിസ സബ്മിറ്റ് ചെയ്തതിൻ്റെ 7-ാമത്തെ ദിവസം എനിക്ക് എൻ്റെ വിസ എൻ്റെ കൈ കിട്ടണം. അതായത് അടുത്ത വെള്ളിയാഴ്ച എൻ്റെ വിസ എൻ്റെ കൈ കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ ഉടമ്പടിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം പ്രാർത്ഥിച്ച് പാലിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ എനിക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ വിസ സാങ്ഷനായി. 3 വർഷത്തേക്കിനുള്ള എൻ്റെ സ്റ്റഡി കോഴ്സിൻ്റെ വിസയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 ദിവസത്തിനകം തന്നെ എൻ്റെ ടിക്കറ്റും സാങ്ഷനായി. 28-ാം തീയതി എനിക്ക് വിദേശത്തേക്ക് UK പോകാനായിട്ട് സാധിക്കും. എനിക്ക് ഈ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. എൻ്റെ പേര് സീന. ഞാൻ കൊല്ലത്തുനിന്ന് വരികയാണ്. ഞാൻ 99 വിശ്വാസത്തിൽ, ഞാൻ ഹൈദരാബാദിൽ നിന്ന് വന്നേ. ഞാൻ 99 വിശ്വാസത്തിൽ വന്നതാണ്. ഞാൻ ഞാൻ നേരത്തെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ഈശോയുടെ അടുത്തുള്ള പ്രാർത്ഥനയാണ്. എനിക്ക് മാതാവിൻ്റെ അടുത്ത് അത്ര ഞാൻ പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. ജോമാല ചെല്ലാനൊക്കെ വലിയ മടിയായിരുന്നു. പക്ഷേ ഞാൻ മുടങ്ങാതെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോകും. പക്ഷേ എനിക്ക് മാതാവിനോട് അവിടെ പ്രാർത്ഥിക്കും, പ്രത്യേക ഒരു പ്രാർത്ഥന ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ 2019 ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കാൻ